ഇതല്ല ഞങ്ങൾക്കൊരു സാധനം കാണിച്ചിട്ട് അഫ്ഗാനി മലായി കോഫ്ത. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഞാനത് 100 പ്രാവശ്യം വേണ്ടിക്ക് പറയും. ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി ഡെലീഷ്യസ്. അപ്പൊ ഇത് ഉണ്ടാക്കാന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ഉള്ളി, ഒരു കൈ നിറച്ചും മല്ലിച്ചപ്പ്, 2 പച്ചമുളക്, 2 ബ്രെഡ്, പിന്നെ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂനട്ട്. ഇനി സ്പൈസസ് ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചെറിയ ജീരകവും. ഇനി മിൻസ്ഡ് ചിക്കനും 1/2 ടേബിൾ സ്പൂൺ ഗീ ഇട്ടിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിങ്ങനെ തിന്നാൻ തുടങ്ങിയാൽ പിന്നെ പ്ലേറ്റ് കാലിയായി പോവേ. അതുകൊണ്ട് കീപ് ഇറ്റ് സൈഡ്. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും 3 ഉള്ളി ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്യാൻ. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇടണേ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം വയന്ന് വന്നു കഴിഞ്ഞാല് ഗ്യാസ് ഓഫ് ആക്കുക. ചൂടാറിക്കഴിഞ്ഞാല് വെള്ളം ഒഴിച്ചിട്ട് മിക്സിന്റെ ജാറിൽ അടിച്ചെടുക്കാം. എന്നിട്ട് ഓയിലില് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ട് നമ്മൾ അടിച്ചു വെച്ച ഉള്ളിന്റെ മിക്സും കൂടി ആഡ് ചെയ്യാൻ. ഇനി ഉപ്പ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് തിളച്ചു വരുമ്പോൾ നമ്മളെ ചിക്കൻ കോഫ്ത ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പാല് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇടുക, മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ബോയിൽ ആയാൽ കറി ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റ് ആയിട്ട് ചാർക്കോളും കൂടി സ്മോക്ക് ചെയ്താൽ കറി സെറ്റ് ആയി. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ ഇതിന്റെ ഒപ്പം പൊറോട്ടയാ കഴിച്ച. എന്റെ വീട്ടിലെല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് അടിപൊളി. അപ്പൊ ബൈ.